ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഹ്യുണ്ടായി അവരുടെ വെന്യൂ എന്ന് പറഞ്ഞ സബ് കോമ്പാക്ട് SUV ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2019 ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഇന്ത്യയിലെ കോമ്പാക്ട് SUVസിന് നല്ലൊരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് വാഹനങ്ങൾ വന്നു തുടങ്ങിയ 2017 ശേഷമാണ്. നെക്സോൺ വന്നു, ബ്രസ് വന്നു, അതിനുശേഷം പിന്നെ നമ്മുടെ വെന്യൂ വന്നു, 2020 സോണറ്റ് വന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് 2022 ലാസ്റ്റ് വന്നതിന് ശേഷം പിന്നീട് പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഇതിന് കിട്ടിയിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഫേസ് ലിഫ്റ്റ് ആയിട്ടായാലും ചെറിയ മൈനർ അപ്ഡേറ്റ്സ് ആയിട്ടായാലും, ആക്ച്വലി മൈനർ അപ്ഡേറ്റ്സ് എന്ന് പറയാൻ ലെവൽ 1 എഡാസും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഡ്രൈവർ സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ്, അത് 4-way ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനത്തെ 2-3 കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നായിരുന്നു. അതിൻ്റെ കൂടെ അവർ വെന്യൂ എൻലൈൻ ഇറക്കിയായിരുന്നു. പിന്നെ ചില വേരിയൻസിൽ അവർ ഡാഷ് ക്യാമും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻലൈനാണ് ഡാഷ് ക്യാം ആദ്യമായിട്ട് വന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഫേസ് ലിഫ്റ്റിന് ശേഷം വന്ന കുറച്ച് മാറ്റങ്ങൾ. അത് കഴിഞ്ഞ് വണ്ടി ഇപ്പോഴും പ്ലെയിനായിട്ട് തന്നെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കി സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ നോക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ അപ്ഡേറ്റ്സും ഫേസ് ലിഫ്റ്റും ഒക്കെ മിക്ക വാഹനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫൈനലി നമ്മുടെ വെന്യൂവിൻ്റെ പുതിയൊരു ജനറേഷൻ അപ്ഡേറ്റിലാണ് ഹ്യുണ്ടായി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് സ്പൈ ഷോട്ട്സ് ഒക്കെ ഇതിന് മുന്നേ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും സൗത്ത് കൊറിയയിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ കുറച്ച് ഇമേജസ് ലീക്കായി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് അങ്ങനെ ഇതുവരെ വളരെ വ്യാപകമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് സ്പൈ ഷോട്ട്സ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ സ്പൈ ഷോട്ട്സ് കിട്ടി തുടങ്ങും. പക്ഷേ സൗത്ത് കൊറിയയിലെ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് കുറച്ചധികം കാലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ലാസ്റ്റ് തന്നെ സൗത്ത് കൊറിയയിൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് തീർച്ചയായും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഇമേജസ് വെച്ച് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ജസ്റ്റ് നോക്കാനാണെങ്കിൽ ഫ്രണ്ട് ഡിസൈനിൽ ഒരു ഇത്തിരിയും കൂടെ ബോക്സി ലുക്ക് പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അതായത് ഹുഡ് ഒരു ഇത്തിരിയും കൂടെ റൈസ് ചെയ്ത പോലെ ഉണ്ട്. ഏകദേശം നമ്മുടെ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റിൽ കണ്ടല്ലോ. ഇതിപ്പം ജനറേഷൻ അപ്ഡേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മിക്കവാറും നമ്മൾ ഈ അടുത്ത് ക്രെറ്റയുടെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് കണ്ടതുപോലെ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് തന്നെയായിരിക്കും ഈ വാഹനത്തിലും വരാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ടോപ്പിലത്തെ DRLസിൻ്റെ ചെറിയൊരു കട്ടൗട്ടും പിന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ ചെറിയ കട്ടൗട്ടും മാത്രമേ സത്യം പറഞ്ഞാൽ കാണാനുള്ളൂ. പിന്നെ ഗ്രില്ലും അതുപോലെ എയർ ഇൻടേക്കിൻ്റെ, അതായത് എയർ ഡാമിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് കാണാം. ഗ്രില്ലിൽ എന്തായാലും വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഈ ഒരു ഡിസൈൻ പാറ്റേൺ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. പിന്നെ ഹെഡ്ലൈറ്റ്സ് അതുപോലെ DRLസ് തുടങ്ങിയ കാര്യങ്ങളും തീർച്ചയായും വ്യത്യാസം ഉണ്ടാകും. ഇതിപ്പം ക്രെറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നില്ലേ, അതൊരു വലിയ മേക്ക് ഓവർ ആയിരുന്നു. അതുപോലത്തെ ഒരു മേക്ക് ഓവർ തന്നെയാണ് ഇതിലും. അതുകൊണ്ട് നമുക്ക് ചേഞ്ചസ് വളരെ മിനിമലാണെന്നൊന്നും പറയാൻ പറ്റില്ല. കണക്റ്റഡ് DRLs ഒക്കെ വാഹനത്തിൽ വന്നേക്കാം. ഇപ്പോഴും ഈ ഒരു ഡിസൈൻ നോക്കുമ്പം സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ പാറ്റേൺ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഹെഡ് ലാംപ്സ് മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയ പോലെ തോന്നുന്നില്ല. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു വ്യത്യാസം കാണാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ അലോയ് വീൽസിലാണ്. സൗത്ത് കൊറിയയിൽ അവർ ചിലപ്പോൾ 17-inch അലോയ്സ് ഒക്കെ കൊടുക്കുമായിരിക്കും. ഇന്ത്യയിൽ കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ അത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ അടുത്ത് വന്ന് കിയയുടെ സെറോസിൽ അവർ 17-inch അലോയ്സ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സ്കോഡ കൈലാക്കിൽ 17-inch ഉണ്ടായിരുന്നു. XUV3XOയിലും 17-inch വീൽസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തിലും ഇനി 17-inch കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ആ ഒരു 17-inch വീൽസിലോട്ട് പോയി തുടങ്ങിയ സെഗ്മെൻറ്റിൽ. പിന്നെ ഇതിൻ്റെ ORVMസിൻ്റെ ഡിസൈനിൽ നമുക്ക് ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബോഡി ക്ലാഡിങ് നിങ്ങൾ നോക്കാനാണെങ്കിൽ ഇത്രയും കാലം കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ള ക്ലാഡിങ് ആയിരുന്നു. വീലാർച്ച് ഇപ്പോഴും റൗണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ക്ലാഡിങ് അവർ കൈൻഡ് ഓഫ് ഒരു സ്ക്വയർ പോലെ ഒരു ഇത്തിരി കട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു ഡിസൈൻ ചേഞ്ച് ആണ്. പിന്നെ റൂഫ് റെയിൽസിൻ്റെ കട്ടി കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്, ഹൈറ്റും കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. അതുപോലെ റിയറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും ഇതിനകത്ത് ബാക്കിൽ അവർ ചെറിയൊരു സാധനം അഡീഷണൽ കെട്ടി വെച്ചിട്ടുണ്ട്. അത് വണ്ടിയുടെ ഡിസൈൻ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവാതിരിക്കാനാണ്. അതല്ലാതെ നോക്കാനാണെങ്കിൽ ടെയിൽ ലൈറ്റ്സിലൊക്കെ തീർച്ചയായും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴേ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തും എന്തായാലും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഡിസൈൻ നോക്കുന്ന സമയത്ത് ആ ഒരു LED സ്ട്രൈപ്സ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ തീർച്ചയായും ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ബമ്പറിൻ്റെ ഡിസൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഡിക്കി ഡോറിൻ്റെ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. വെന്യൂ ആദ്യം ഇറങ്ങിയ സമയത്ത് റിയർ ലുക്ക് കാണുമ്പം നമുക്കൊരു ചെറിയ വണ്ടി പോലെ തോന്നുമായിരുന്നു. ഫ്രണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അതൊരു പരിധി വരെയൊക്കെ ശരിയാക്കി. ഇനിയിപ്പം ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ കുറച്ചും കൂടി ശരിയാക്കാൻ പറ്റുമെങ്കിൽ ബാക്ക് ലുക്കും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് തോന്നും. അതായത് ആ ഒരു സബ് വാഹനത്തിൻ്റെ ടിപ്പിക്കൽ ലുക്ക് മിക്ക SUVസിലും നമുക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് റിയർ സൈഡ് കാണുമ്പോഴാണ്. പക്ഷേ ചില വണ്ടികളിലൊന്നും അത് വലിയ കുഴപ്പമുണ്ടാവാറുമില്ല. എന്തായാലും ഇതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വാഹനത്തിൻ്റെ കുറച്ച് സ്പൈഡ് പിക്സ് സൗത്ത് കൊറിയയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം പറയാൻ പറ്റുന്ന ഇൻറ്റീരിയറിലാണ്. ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഒരു വളരെ വലിയ മേക്ക് ഓവർ തന്നെയായിരുന്നു അവർ വരുത്തിയത്. അതിനകത്ത് എക്സ്റ്റീരിയറിൽ ഫ്രണ്ട് ഡിസൈൻ റിയർ ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നു. സൈഡ് ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. എങ്കിലും ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴേക്കും ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ മൊത്തമായിട്ട് മാറ്റിയിട്ടുള്ള ഒരു പുതിയ ഡിസൈൻ ലേഔട്ടായിരുന്നു അവർ കൊണ്ടുവന്നത്.
ഈ വണ്ടിയിൽ ഇപ്പോൾ വരുന്ന ഇൻറ്റീരിയർ ലേഔട്ട് ഡിസൈൻ വൈസ് നോക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഹ്യുണ്ടായുടെ ആ ഒരു 2020s വന്നിരുന്ന വാഹനങ്ങളായിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോഴും കിട്ടുന്നത്. കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവർ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് നമുക്ക് 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റേ കിട്ടുന്നുള്ളൂ. അതുപോലെ ഹ്യുണ്ടായുടെ 10.25 ഇഞ്ച് വരുന്ന ആ ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് കോംപ്രമൈസസ് ഒക്കെ ഒരു വാഹനത്തിലുണ്ട്. എന്തായാലും അവർ പുതിയ വണ്ടിയിൽ ഈ ഡാഷ്ബോർഡ് ലേഔട്ട് മൊത്തം മാറ്റി ഏകദേശം നമ്മുടെ പുതിയ ക്രെറ്റ അതുപോലെ എൽക്കസാറിലൊക്കെ വന്ന ആ ഒരു ഫേസ് ലിഫ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്തും എന്ന് തന്നെ പറയാം. അങ്ങനെ വരുത്തുകയാണെങ്കിൽ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പിന്നെ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ വയർലെസ് ചാർജർ, ഓട്ടോ AC തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു നമ്മുടെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ മാറിയേക്കാം. പിന്നെ ക്രൂസ് കൺട്രോൾ, അതുപോലെ ലെവൽ 2 ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചേഴ്സ് വരും. പിന്നെ സീറ്റ്സിൻ്റെ അകത്ത് ഇപ്പോഴും 4x ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് സൈറോസിൽ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും അതിലും കൂടുതൽ അവർ കൊടുക്കാനുള്ള സാധ്യതയില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പാനോറമിക് സൺറൂഫാണ്. അത് ഇതിൻ്റെ അകത്ത് വരുമോ എന്നുള്ളത് നോക്കേണ്ടി വരും. സൈറോസിലൊക്കെയോ കൊടുത്തു. പിന്നെ നമുക്കിപ്പോൾ നെക്സോണിലും XUV3 XO പാനോറമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നുകൂടായിക്കൊന്നുമില്ല. കാരണം മാർക്കറ്റ് മാറുന്നതനുസരിച്ച് എല്ലാവരും മാറണമെന്നാണല്ലോ. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വെന്യൂവിൽ കിട്ടുന്ന 3 പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ്. ഒന്ന് 1.2 ലിറ്റർ MPA പെട്രോൾ എഞ്ചിനാണ്. അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്, 4 സിലിണ്ടർ ആണ്, 82 PS പവറും അതുപോലെ 113.8 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ബേസിക് വേരിയൻസിൻ്റെ പ്രൈസ് മാക്സിമം കുറച്ച് വയ്ക്കാനായിട്ട് അവർ കൊടുക്കുന്ന ഒരു എഞ്ചിനാണ്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും ഈ എഞ്ചിൻ വാങ്ങി തൃപ്തിപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം പ്രൈസ് കുറച്ച് കിട്ടും, ഒരു സപ്പോമീറ്റർ SUV കിട്ടും, ഹ്യുണ്ടായുടെ വണ്ടിയും കിട്ടും എന്നുള്ള രീതിയിൽ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ടല്ലോ. പക്ഷേ ശരിക്കും ഇത് വളരെ ആവറേജ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. i20ക്ക് വേണ്ടിയും അതുപോലെ മെയിനായിട്ട് അവരിത് ഗ്രാൻഡ് ഐറ്റനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ വാഹനങ്ങളിലൊക്കെ കുറച്ച് വില കുറച്ച് കാണിക്കാനായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇത് കുറച്ച് അണ്ടർ പവർഡാണ് ഈ വാഹനത്തിൻ്റെ ബോഡി വെയിറ്റും സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതിന് പുറമെ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്. അത് അത്യാവശ്യം നല്ല എഞ്ചിനാണ്. 120 PS പവറും അതുപോലെ തന്നെ 172 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കലും IMT-യിലും ആണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് i20യിൽ മാനുവൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ഇനിയിപ്പോൾ എന്തായാലും മാനുവൽ ഓപ്ഷൻ അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഡ്യുവൽ ക്ലച്ച് എന്തായാലും ഉണ്ടാകും. അത് ഇത്രയും കാലമായിട്ട് അവർ മാറ്റിയിട്ടില്ല ഒരു വാഹനത്തിൽ നിന്നും. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്ന ഡീസൽ എഞ്ചിൻ 1.5 ലിറ്റർ ആണ്. അതിപ്പോൾ ഉണ്ട്. 115 PS പവറും അതുപോലെ 250 Nm ടോർക്കൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതുവരെ അവർ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വെന്യൂവിൽ കൊടുത്തിട്ടില്ല. സോണറ്റിലും അതുപോലെ തന്നെ സെറോസിലും കിയ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ സത്യം പറഞ്ഞാൽ കൊടുക്കേണ്ടതാണ്. കാരണം കിയ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൊടുക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവർ കൊടുക്കാത്തത്. നമുക്ക് നോക്കാം. ഡീസൽ എഞ്ചിൻ്റെ കേസ് ഫേസ് ലിഫ്റ്റ് ഈ വർഷം വരുന്നതുകൊണ്ട് ഒഴിവാക്കാനുള്ള കാര്യമൊന്നുമില്ല. കാരണം BS7 ഒക്കെ ആകുമ്പോഴേക്കാണ് ഇനിയിപ്പോൾ ഈ ഒരു 1.5 ലിറ്റർ കാറ്റഗറിയിൽ വരുന്ന ഡീസൽ എഞ്ചിൻസും നമുക്ക് കിട്ടാതെ ആവാൻ, അതായത് ഡിസ്കണ്ടിന്യൂ ആവാൻ പോകുന്നത്. എന്തായാലും നോക്കാം. ഈ വർഷം അവസാനത്തോടു കൂടി ഈ വാഹനം വരും എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വന്നില്ലെങ്കിലും ഇൻ്റർനാഷണലി ഉറപ്പായിട്ടും വരും. ഈ വർഷം അവസാനത്തോടു കൂടി ഇൻ്റർനാഷണലി വരാനാണെങ്കിൽ 2026 ഉറപ്പായിട്ടും ഇന്ത്യയിലും വരും. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റ്സ് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.